യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. പുറപ്പാട് 6-ാം അധ്യായം. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയുമെന്ന് അരുളി ചെയ്തു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശത്തും അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രൈമ്യർ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു. എൻ്റെ നിയമം ഓർത്തും ഇരിക്കുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്നും നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്നും നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവയാകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ട് കഠിനമായ അടിമവേല കൊണ്ട് മോശയുടെ വാക്ക് കേട്ടില്ല. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ചെന്ന് മിസ്രൈം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തു നിന്ന് വിട്ടയപ്പാൻ പറകാം എന്ന് കൽപ്പിച്ചു. അതിന് മോശ, ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും? ഞാൻ വാഗ്വൈഭവം ഉള്ളവനല്ലല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിസ്രൈം രാജാവായ ഫറവോൻ്റെ അടുക്കലേക്കും നിയോഗിച്ചയച്ചു. അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ, ഇസ്രായേലിൻ്റെ ആദ്യജാതനായ രൂബേൻ്റെ പുത്രന്മാർ ഹാനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി. ഇവ രൂബേൻ്റെ കുലങ്ങൾ. ശിമയോൻ്റെ പുത്രന്മാർ യമൂയേൽ, യാമീൻ, ഓഹദ്, യാക്കീർ, സോഹർ. കനാന്യ സ്ത്രീയുടെ മകനായ ശൗൽ. ഇവ ശിമയോൻ്റെ കുലങ്ങൾ. വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഗർഷോൻ, കഹാത്ത്, മെരാരി. ലേവിയുടെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. ഗർഷോൻ്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമയുമായിരുന്നു. കഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസാഖാർ, ഹെബ്രോൻ, ഉസിയേൽ. കഹാത്തിൻ്റെ ആയുഷ്കാലം 133 സംവത്സരം. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവർ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങളാകുന്നു. അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹ്റോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. ഇസാഖാരിൻ്റെ പുത്രന്മാർ കോരഹ്, നേഫഗ്, സിക്രി. ഉസിയേലിൻ്റെ പുത്രന്മാർ മിശായേൽ, എൽസാഫാൻ, സിത്രി. അഹരോൻ അമ്മിനാദാബിൻ്റെ മകളും നഹശോൻ്റെ സഹോദരിയുമായ എലിശേബയെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവന് നാദാബ്, അബിഹു, എലയാസർ, ഈഥാമാർ എന്നിവരെ പ്രസവിച്ചു. കോരഹിൻ്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസഫ്. ഇവ കോരഹ്യ കുലങ്ങൾ. അഹ്റോൻ്റെ മകനായ എലയാസർ ഫുത്തിയേലിൻ്റെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു. അവൾ അവന് ഫിനെഹാസിനെ പ്രസവിച്ചു. ഇവർ കുലം കുലമായി ലേവ്യ കുടുംബത്തലവന്മാരാകുന്നു. നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണവുമായി മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെടുവിപ്പീൻ എന്ന് യഹോവ കൽപ്പിച്ച അഹ്റോനും മോശയും ഇവർ തന്നെ. ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെടുവിപ്പാൻ മിസ്രൈം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹ്റോനും തന്നെ. യഹോവ മിസ്രൈം ദേശത്ത് വെച്ച് മോശയോട് അരുളി ചെയ്ത നാളിൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിസ്രൈം രാജാവായ ഫറവോനോട് പറയണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. അതിന് മോശ, ഞാൻ വൈഭവമില്ലാത്തവൻ, ഫറവോനിൻ്റെ വാക്ക് എങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാരക്കുമോർ.